നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ തകരുന്നതുപോലെയും മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം വലിയ പ്രതിസന്ധികൾ നമ്മെ വരിഞ്ഞു മുറുക്കുന്നതായും അനുഭവപ്പെടാറുണ്ട്. എത്ര കഠിനമായി അധ്വാനിച്ചിട്ടും ഫലം ലഭിക്കാത്ത അവസ്ഥ, മനസമാധാനം നഷ്ടപ്പെടുക, അകാരണമായ ശാരീരിക മാനസിക പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, ഇതെല്ലാം വെറും യാദൃശ്ചികമാണോ? ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും അദൃശ്യമായ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ്. ചിലപ്പോൾ നമ്മളോട് അമിതമായ വിരോധം വെച്ച് പുലർത്തുന്ന, നമ്മുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന, നമ്മളറിയാതെ നമ്മൾക്കെതിരെ ചെയ്യുന്ന ആഭിചാരങ്ങൾ നമ്മുടെ ജീവിതത്തെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ പ്രപഞ്ചം നൽകുന്ന സൂചനകൾ ഇവിടെ പരാമർശിക്കുന്നത്. ഇത് വെറുമൊരു വീഡിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെ പുനർനിർമ്മിക്കാൻ പ്രപഞ്ചം നൽകുന്ന ഒരു മുന്നറിയിപ്പും അവസരവുമാണ്. പ്രപഞ്ചശക്തി നൽകുന്ന ഇത്തരം സൂചനകളെ അവഗണിക്കുമ്പോഴാണ് നാം പലപ്പോഴും വലിയ അപകടങ്ങളിൽ ചെന്ന് പെടുന്നത്. നമുക്കറിയാം, കാലാവസ്ഥ വ്യതിയാനമുണ്ടാകുമ്പോൾ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട്, ഇത്തരത്തിലുള്ള നമുക്ക് മുൻപിൽ വരാറില്ലേ? ശക്തമായ മഴയും ശക്തമായ വെയിലുമുള്ള സമയത്തെല്ലാം നമ്മുടെ സുരക്ഷയ്ക്കായി ഇത്തരം മുന്നറിയിപ്പുകൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതുപോലെ തന്നെയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൂചനകൾ തരുന്നത്. നിങ്ങളുടെ ജീവിതം അപകടത്തിൽ ചെന്ന് ചാടാൻ പോകുന്നതിന് മുൻപ്, വലിയ അപകടങ്ങൾ നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നിങ്ങൾ സുരക്ഷിതരായിരിക്കാൻ നിങ്ങൾക്ക് പ്രപഞ്ചം ചില സൂചനകൾ തരും. എന്നാൽ ചില ആളുകൾ അതെല്ലാം അവഗണിക്കും. ഒടുവിൽ അവർ വലിയ പ്രതിസന്ധികളിലും വലിയ അപകടങ്ങളിലും ചെന്ന് ചാടും. ചിലർക്ക് ജീവഹാനി പോലും സംഭവിക്കും. എന്നാൽ മറ്റു ചിലരാകട്ടെ ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവത്തോടുകൂടി നോക്കിക്കാണും. അവർ നല്ല വിശ്വാസികളും പ്രപഞ്ചത്തെ ആത്മാർത്ഥമായി അറിയുന്നവരും തന്നെയായിരിക്കും. അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ മനസ്സിനും സത്യസന്ധതയുണ്ടാവും. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സൂചനകളെ നിങ്ങൾ അവഗണിക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിനെ ഗൗരവത്തോടുകൂടി കാണുക, അതിനെ ആഴത്തിൽ പരിശോധിക്കുക. എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിലേക്ക് ഇത്രയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കടന്നു വന്നത്? അത് ഏത് വഴിയാണ് നിങ്ങളെ തേടിയെത്തിയതെന്ന് നിങ്ങൾ കൃത്യമായി പരിശോധിക്കണം. നിങ്ങളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കാൻ ശക്തിയുള്ള, ആ ശക്തിയെ നിങ്ങളടുത്തേക്ക് അയച്ച ആ വ്യക്തിയെയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അവിടെയാണ് നിങ്ങളുടെ ജീവിതം താളം തെറ്റുന്നത്. ഒരുപക്ഷെ വളരെ വേണ്ടപ്പെട്ടവർ തന്നെയായിരിക്കും നിങ്ങളെ സംരക്ഷിക്കേണ്ടവർ, നിങ്ങളോടൊപ്പം ആത്മാർത്ഥമായി നിന്നവർ, നിങ്ങളെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങളെ തോന്നിപ്പിച്ച ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം ആളുകൾ മറഞ്ഞിരിക്കുകയാണ്. മറഞ്ഞു ഇരുന്നു കൊണ്ടായിരിക്കും ഇവരുടെ പ്രവർത്തനം മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും കണ്ടെത്തുവാനും സാധിക്കുകയില്ല. പല ആളുകൾക്കും പല അപകടങ്ങളും സംഭവിച്ച് പല ആളുകളും നമ്മെ വിട്ടു പിരിയുമ്പോൾ നാം കരുതും ഇതെല്ലാം സാധാരണയായി സംഭവിക്കുന്നതാണെന്ന്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയല്ല. ചില ദുഷ്ടശക്തികൾ നമ്മെ ഇവിടെ നിന്ന് പിഴുതെറിയുന്നതാണ്. അത് മനസ്സിലാക്കാതെ പോകരുത്. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നമ്മെ സ്നേഹിക്കുന്നവരല്ല, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല. അതായത് നിങ്ങളുടെ ജീവിതം അവസാന ഘട്ടത്തിലാണെന്ന് തോന്നുക, എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെടുക, സമാധാനം ഇല്ലാതാകുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്താലും അതിന് വിപരീത ഫലം ഉണ്ടാവുക, സ്നേഹിക്കുന്നവർ പോലും അകന്നു പോവുക, സമൂഹത്തിൽ ചീത്തപ്പേര് കേൾക്കേണ്ടി വരിക തുടങ്ങിയവ നിങ്ങൾക്ക് ആ വിചാരദോഷത്തിൻ്റെ ഇരയാണെന്നുള്ള സൂചനയാണ്. നിങ്ങളുടെ തകർച്ചയ്ക്ക് പിന്നിൽ ഇത്തരം നെഗറ്റീവ് എനർജികളെ ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് എനർജി കടത്തിവിടുന്നത് ഒരു സ്ത്രീയായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് നിങ്ങളോട് കടുത്ത പകയും അസൂയയും വിദ്വേഷവുമാണ് ഉള്ളത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ അടുത്ത ബന്ധു തന്നെയാവാം. ബന്ധുക്കൾ ശത്രുക്കൾ എന്നൊരു ചൊല്ലുണ്ട്. പലപ്പോഴും പല ആളുകളുടെ ജീവിതത്തിലേക്കും വില്ലനായി വരുന്നത് ഇത്തരക്കാർ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പങ്കാളിയുടെ കുടുംബാംഗങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ അസൂയുള്ള അയൽക്കാരുമാവാം. ഇവർ എത്ര പണം ചെലവാക്കിയും എത്ര ബുദ്ധിമുട്ടിയാലും നിങ്ങളെ നശിപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. നിങ്ങൾ വേദനിക്കുകയും തകരുകയും ചെയ്യുന്നത് കണ്ടാൽ ഇവർക്ക് വളരെയധികം സന്തോഷം ലഭിക്കുന്നുവെന്നതാണ് പ്രപഞ്ചം കണ്ടത്. പ്രപഞ്ചം ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം നോക്കിക്കാണുന്നുണ്ട്. ഓരോ മനുഷ്യരുടെ ഓരോ പ്രവൃത്തികളും പ്രപഞ്ചം കൃത്യമായി കാണുന്നുണ്ട്. പ്രപഞ്ചം അതിനെല്ലാം മറുപടി നൽകുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിലേക്ക് നാം എന്തു ചെയ്താലും അതിന് കൃത്യമായ മറുപടികൾ ഉണ്ടാവും. അതാണ് പ്രപഞ്ചശക്തി. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ വേദനകളിൽ മറ്റൊരാൾ സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വേദനകൾക്കകത്ത് മറ്റൊരാൾ അപ്പുറത്ത് ഉണ്ടാവും. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പല ആളുകൾക്കും കഴിയുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും വെട്ടിമാറ്റി നിങ്ങളെ ഒരു നഷ്ടബോധത്തിൽ നിർത്താനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല അവർ നിങ്ങൾക്കെതിരെ തിരിയുന്നത്. അവർ ജന്മന അത്തരം മാനസികാവസ്ഥ ഉള്ളവരാണ്. മറ്റുള്ളവരുടെ വേദനകളിൽ സന്തോഷം കണ്ടെത്തുന്നവർ, മറ്റുള്ളവരുടെ ഉയർച്ചകളിൽ അസൂയപ്പെടുന്നവർ, മറ്റുള്ളവരുടെ തകർച്ച ആഗ്രഹിക്കുന്നവർ.
ഇവർക്ക് ബന്ധുക്കളെന്നോ സുഹൃത്തുക്കളെന്നോ അയൽക്കാരെന്നുള്ള യാതൊരുവിധ ചിന്തയുമില്ല. ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവർ തങ്ങളെക്കാൾ വളരരുത്, അവർക്ക് അംഗീകാരം ലഭിക്കരുത്, അവർ ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കരുത്. ഇത്തരം ചിന്താഗതിയാണ്, നെഗറ്റീവ് ചിന്താഗതികളാണ് ഇവരുടെ ജീവിതത്തിൽ. ഇവർക്കൊപ്പം വസിക്കുന്നവരും ഇവർക്കൊപ്പം ഉള്ളവരുമെല്ലാം നെഗറ്റീവുള്ള ആളുകളായി തീരും. കാലക്രമേണ ഇവർക്കൊപ്പം ജീവിക്കുന്ന ആളെല്ലാം അത്തരക്കാരായി മാറുകയാണ്. അത് ഒരു സ്വാഭാവികമായ കാര്യം തന്നെ. നാം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന് പറയുന്നത് പോലെ നാം എവിടെയാണോ നിലകൊള്ളുന്നത് അവിടെയുള്ള കാര്യങ്ങൾ, അവിടെയുള്ള ഊർജ്ജം ഏതാണോ അത് പോസിറ്റീവാണെങ്കിൽ നാം പോസിറ്റീവായി തീരുക തന്നെ ചെയ്യും. എന്നാൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പമാണ് നാം ഇടപഴകുന്നതെങ്കിൽ നാം ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. നാം ജീവിക്കുന്ന സ്ഥലത്ത് പോസിറ്റീവ് ഊർജ്ജം ഉണ്ടാക്കുക, പോസിറ്റീവായ മനുഷ്യരെ നാം കാണുക എന്നത് വളരെ പ്രധാനമായ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി പ്രതിസന്ധികൾ കടന്നു വരുന്നുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഏതോ ഒരു ദുഷ്ടശക്തി നമ്മെ വേട്ടയാടുന്നുണ്ട് എന്ന്, ഏതോ ഒരു വേട്ടക്കാരൻ നമുക്ക് പുറകിലുണ്ട് എന്ന്. ആ വേട്ടക്കാരനെ തിരിച്ചറിയാൻ ഒരുപക്ഷെ വലിയ പ്രയാസമായിരിക്കും. എന്നിരുന്നാലും പ്രപഞ്ചം കാണിച്ചു തരുന്ന ഇത്തരം സൂചനകളെയും നമ്മുടെ പരിശോധനകൾ ഊർജ്ജസ്വലമാക്കിയാൽ നമുക്ക് ഇത്തരം ആളുകളെ കണ്ടെത്തുവാൻ സാധിക്കും. അവരെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവരെ നാം കണ്ടെത്തിയാൽ നാം അവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നാം അവരെ മാറ്റി നിർത്തുക, അവരിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രമിക്കുക. അല്ലാതെ അവർക്കെതിരെ പ്രവർത്തിക്കുവാനോ അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനോ ശ്രമിക്കരുത്. കാരണം അവരുടെ ദുഷ്പ്രവൃത്തിയെല്ലാം ഈ പ്രപഞ്ചം നോക്കിക്കാണുന്നുണ്ട്. നിങ്ങൾ നാളിതുവരെ ഇത്തരം ആളുകളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് വന്നത് പ്രപഞ്ചത്തിൻ്റെ കരുതൽ നിങ്ങൾക്കൊപ്പമുള്ളതുകൊണ്ടാണ്. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ വഴിപാടുകളും എല്ലാം ഈ പ്രപഞ്ചം കാണുന്നുണ്ട്. ഇത്തരം പ്രതിസന്ധികളിൽ നാം ചെന്നുപെട്ടുകഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് ഉള്ളതെന്നൊക്കെ വീഡിയോയുടെ അവസാനം നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നാൽ വെറും ഊഹാപോഹത്തിൻ്റെ പുറകെ പോയി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾക്കെതിരെ ഒന്നും ചെയ്യാത്ത വ്യക്തികളെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരെ നിങ്ങൾ മുൾമുനയിൽ നിർത്തരുത്. അവരെ പ്രതികാരത്തോടുകൂടി നോക്കരുത്. അവരെ ശത്രുവായി പ്രഖ്യാപിക്കരുത്. നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരും നിങ്ങളുടെ ശത്രുവാവണമെന്നില്ല. അതെല്ലാം നിങ്ങളുടെ തെറ്റിദ്ധാരണയായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ കണ്ടെത്തലുകൾ വേണം. അല്ലാതെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആളുകളെ നിങ്ങൾ പ്രതിപട്ടികയിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുവാനും അവരെ ശപിക്കുവാനോ പാടുള്ളതല്ല. മറ്റുള്ളവരെ ശപിക്കുവാനോ മറ്റുള്ളവരുടെ ജീവിതം തകർക്കുവാനോ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് താൽക്കാലികമായി വന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു ചെല്ലാനുള്ള യാതൊരു അധികാരമോ അവകാശമോ നിങ്ങൾക്കില്ല. നിങ്ങളെപ്പോലെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനുള്ള തുല്യ അവകാശം എല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ ഇറങ്ങുമ്പോൾ ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ ജീവിതം തകർക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ കൊണ്ട് ജീവിതം നിങ്ങളെ നശിപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ കൈവരിക്കാനുള്ള കഠിനമായ പ്രയത്നമാണ്. നിങ്ങളുടെ കഠിന പ്രയത്നത്തിന് ഈ പ്രപഞ്ചം അനുകൂലമായ മറുപടി നൽകും. നിങ്ങൾക്ക് കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും മറികടന്ന്, ഇത്തരം ശത്രുക്കളെയും മറികടന്ന് മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങൾ ശത്രുക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ തിരിച്ചടി നിങ്ങൾ ജീവിത വിജയം കൈവരിക്കുക എന്നതാണ്. നിങ്ങൾക്ക് സർഗാത്മകമായി ലഭിച്ച കഴിവുകൾ കൊണ്ട് നിങ്ങൾ സമൂഹത്തിൽ നിന്ന് അംഗീകാരങ്ങൾ നേടണം. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തികമായ മുന്നോക്കം സൃഷ്ടിക്കണം. നിങ്ങളുടെ ചുറ്റുമുള്ളവരെല്ലാം നിങ്ങളുടെ വിജയം കാണാൻ, നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. പല ആളുകളും നിങ്ങളുടെ തകർച്ച നോക്കി നിൽക്കുന്നവർ തന്നെയാണ്. അത്തരത്തിലൊരു തകർച്ച ആഗ്രഹിച്ച് നടക്കുന്നവർ തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അത്തരം ആളുകളെ കാണുവാൻ സാധിക്കും. അവരെ മറികടന്നതാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. നിങ്ങളുടെ ശത്രു, നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന വ്യക്തി, നിങ്ങളുടെ തകർച്ചയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തി എത്ര വലിയ ധനികനോ എത്ര വലിയ ശക്തനോ ആയിക്കോട്ടെ, അവർ ഈ പ്രപഞ്ചത്തിന് മുന്നിൽ ഒന്നുമല്ല. പ്രപഞ്ചം അവരെ നേരിടുന്ന കാലവും വിദൂരമല്ല. അവർക്കുള്ള തിരിച്ചടികൾ ലഭിച്ചു തുടങ്ങി. ചില ആളുകൾക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടിത്തുടങ്ങി. പല ആളുകളെയും തേടി തിരിച്ചടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ അവർക്കും പ്രതിസന്ധികളുടെ നാളുകൾ തന്നെയാണ്. നിങ്ങളുടെ കണ്ണുനീര് കാത്തിരുന്നവരുടെ കണ്ണുനീര് വൈകാതെ ഉണ്ടാവും. അവരുടെ കൂട്ട നിലവിളികൾ ഉണ്ടാവും. അവരുടെ ജീവിതത്തിലും വലിയ വലിയ പ്രതിസന്ധികൾ ചെയ്യും.
ചെയ്യും. നെഗറ്റീവ് ക്രിയകളും മറ്റ് ആഭിചാരവും നിങ്ങളുടെ നേർക്ക് ചെയ്തവർക്ക് അതെല്ലാം തിരികെ അവരുടെ അടുത്തേക്ക് ചെല്ലും. പ്രപഞ്ചം അത് നിങ്ങൾക്ക് നേരിട്ട് കാട്ടിത്തരികയും ചെയ്യും. നാം പല ആളുകളെക്കുറിച്ചും പറയാറില്ലേ, അവർ അനുഭവിക്കുന്നത് അവരുടെ കർമ്മഫലം തന്നെയാണ്. അവർ ചെയ്തു കൂട്ടിയ ചെയ്തികൾക്ക് അനുഭവിക്കുന്നതാണ് അവർ ഇന്ന്. അത്തരത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവരും അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിത്യവും രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ആ ശക്തിയോട് പറയുക. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്, നിങ്ങളുടെ വഴിപാടുകൾക്ക് ശക്തിയുണ്ട്. ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാവും. നിങ്ങൾ സാധ്യമാവുന്ന സമയങ്ങളെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എങ്കിൽ ദുർഗാദേവി ക്ഷേത്രം പോലുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ശത്രുസംഹാര പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവ നടത്താം. നിങ്ങളൊരു സ്ത്രീയാണെങ്കിൽ സ്ത്രീരൂപവും പുരുഷനാണെങ്കിൽ പുരുഷരൂപവും വെള്ളിയിൽ നിർമ്മിച്ചത് വാങ്ങി ഒരു നാളികേരവുമായി ചെല്ലുക. നാളികേരം നെറ്റിയിൽ വെച്ച് നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ ദോഷങ്ങളും മാറ്റി അത് ചെയ്തവർക്ക് തന്നെ മടക്കി നൽകാൻ ദേവിയോട് പ്രാർത്ഥിക്കുക. ആ വ്യക്തി ആരാണെന്ന് കാട്ടിത്തരണമെന്നും പ്രാർത്ഥിക്കാം. കൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അതിശക്തമായ പൂജകൾ നടക്കാറുണ്ട്. ഈ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിന് നിങ്ങളുടെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി പോസിറ്റീവായിട്ടുള്ള ഊർജ്ജം ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഒപ്പം തന്നെ ഈ ഒരു അധ്യായം നിങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ട് കാണുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലുമെല്ലാം ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ധാരാളമുണ്ടാകും. അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിലൂടെ അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കുവാനും അത് സഹായിക്കും. നിങ്ങളുടെ നിസ്വാർത്ഥമായ പ്രവൃത്തികളും നിഷ്കളങ്കമായ മനസ്സും തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നീങ്ങി ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും കടന്നു വരാൻ നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനാണ് ഈ സന്ദേശം നിങ്ങളിൽ പ്രപഞ്ചം എത്തിച്ചിരിക്കുന്നത്. പ്രപഞ്ചം നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ടതില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. നെഗറ്റീവ് ഊർജ്ജങ്ങളെ പേടിക്കാതെ പോസിറ്റീവായി ചിന്തിക്കുക. ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി വഴികാട്ടിയായി കൂടെയുണ്ടാകും. സത്യം ഒരിക്കലും മറഞ്ഞു കിടക്കില്ല. നിങ്ങൾക്കുണ്ടായ ഈ ബുദ്ധിമുട്ടുകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തന്നെ അതിൻ്റെ ഫലം ലഭിക്കുമെന്നും നിങ്ങൾ വീണ്ടും ഒരു പുനർജന്മം പോലെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഉറപ്പിച്ചു വിശ്വസിക്കുക. ഇനി എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.